കുട്ടികളോട് ഇടപെടുമ്പോൾ മുതിർന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. കാര്യം അവർക്ക് നമ്മളെക്കാൾ അറിവ് കൂടുതലാണ്. കേൾക്കുമ്പം ഇറിറ്റേഷൻ ഉണ്ടാവും, അതിൽ കാര്യമില്ല, സത്യമാണ് ഈ പറഞ്ഞത്. 50 വയസ്സുകാരൻ്റെ അറിവിനേക്കാൾ വളരെ മടങ്ങാണ് പുതിയ കാലത്തെക്കുറിച്ചൊരു കുട്ടിക്കുള്ളത്, ഒരു 10 വയസ്സുകാരനുള്ളത്. 10 വയസ്സുകാരനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവൻ്റെ ആ മാനസിക നില, ആ വിഷയത്തിലുള്ള അവൻ്റെ അറിവ്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് കൊള്ളാം. അവനുമായിട്ട് അല്പം സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ അവൾ സംസാരിക്കുമ്പം നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാം, ഒന്ന് അളക്കാനൊരവസരമാണ്. അതിനുശേഷം അവരുമായിട്ട് കൂടുതൽ കൽപ്പനകളൊക്കെ പുറപ്പെടുവിച്ചാൽ മതി. മുൻകാലങ്ങളിൽ കുട്ടികളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനിയത് നടക്കുകയില്ല. നമ്മൾ അറിഞ്ഞിടപെട്ടില്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ആ മതിപ്പ് കുട്ടിയെ നഷ്ടപ്പെട്ടെന്ന് വരും. അത് ദോഷം അവന് തന്നെ വരുത്താമെങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെയാണ് ചുമതല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കുട്ടികളോട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു രീതി, ഒരു സംസാരം പാടുള്ളൂ. മൊബൈൽ ഫോണാണ് ഇതിൻ്റെ കാരണം. അത് ഏത് കുട്ടിയും ഉപയോഗിക്കുമ്പോൾ 10 വയസ്സുകാരൻ ഈ ലോകത്തുള്ള സർവ്വ വിഷയങ്ങളെക്കുറിച്ചും അവൻ മൊബൈൽ ഫോണിലൂടെ മനസ്സിലാക്കിയിരിക്കും. കളികൾക്ക് തന്നെയല്ല, കാർട്ടൂൺ ഫിലിം കാണാൻ തന്നെയല്ല ഇത് ഉപയോഗിക്കുന്നത്. മൊത്തം നോക്കും, മൊത്തം ഒരറിവ് കിട്ടും. പിന്നെ കൂട്ടുകാർ നോക്കി അവരുടെ അഭിപ്രായം ഇവരുമായിട്ട് ചർച്ച ചെയ്യും. ക്ലാസ് നടക്കാത്ത സമയങ്ങളിൽ ടൈം കിട്ടുമ്പോൾ സ്കൂളിൽ വെച്ച് ഇതെല്ലാം കണക്കിലെടുത്ത് ഇടപെട്ടില്ലെങ്കിൽ അതൊരു ഒരു പ്രശ്നത്തിലായിത്തീരും. അതിന് വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ 50 വയസ്സുകാരൻ്റെ ഒരു ചെറുപ്പം ഇത്രയും സാഹചര്യങ്ങളില്ലായിരുന്നു. അന്ന് മൊബൈൽ ഫോണില്ല, അന്ന് ടി വി തന്നെ ഇല്ല, പിന്നെ റേഡിയോ തന്നെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്ന നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അന്നാകെയുള്ള ഈ ബാലപ്രസിദ്ധീകരണങ്ങളായിരുന്നു. ഇപ്പോഴല്ല കാര്യം. മുതിർന്നവർക്കുള്ളതും കുട്ടികൾക്കുള്ളതും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള അനേക പ്രഭാഷണങ്ങളും ലേഖനങ്ങളും കാർട്ടൂൺ രൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിൽ ചർച്ചകളുണ്ട്, അതിൽ കുട്ടികൾ പങ്കെടുത്ത ചർച്ചകളുണ്ട്. നല്ല രീതിയിൽ സിനിമ പോലെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുണ്ട്. ഇതെല്ലാം കണ്ടിരിക്കുന്ന കുട്ടിക്ക് ലോകത്തെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ട്. ടെക്നോളജി എന്താണ്, ടെക്നിക്കൽ മൈൻഡഡാണ് അവർ. സാഹിത്യത്തെക്കുറിച്ച് ധാരണയുണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്. ഒരു 50 വയസ്സുകാരനൊരു പുതിയ ഫോൺ ഉപയോഗിക്കാൻ പോലും ശരിക്കും സാധിക്കില്ല. കഷ്ടിച്ച് ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ ഒന്ന് നോക്കുക, അത്രയൊക്കെ അറിയാവുള്ളൂ. എന്നാൽ അതിൻ്റെ 10 ഇരട്ടി സാധനങ്ങൾ അതിൽ നിന്നുള്ള 10 വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാൻ കുട്ടികൾക്കറിയാം. വലിയവർക്കത് വിഷമമാണ്. വലിയവർക്ക് ഒരു 50 വയസ്സുള്ള ആളിൽ 10% പേര് നന്നായിട്ട് ചെയ്തേക്കും. ബാക്കിയുള്ളവർക്ക് അത്രയൊന്നും പ്രാപ്തരല്ല കാര്യത്തിൽ. അതുകൊണ്ടുകൂടാണ് ഈ ഫോണാണ് ഇത്രയും വ്യത്യാസം വരുത്തിയത്. ജനറേഷൻ ഗ്യാപ്പ് വളരെ കൂടുതലാണ് ഇപ്പോൾ. വേറൊരു കാര്യമുള്ളത്, ഈ 50 വയസ്സുകാരനെ കൂട്ടിയാൽ തന്നെ അന്നത്തെ ഭക്ഷണക്രമങ്ങളും മറ്റും അത്ര മെച്ചമായിരുന്നില്ല. നമുക്ക് ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള ധാരണ കുറവുണ്ടായിരുന്നു. മറ്റൊന്ന്, അന്നത്തെ സാമ്പത്തിക ശേഷി പൊതുവെ കുറവായിരുന്നു ജനങ്ങൾക്ക്. അതുകൊണ്ട് ഉയർന്ന നിലവാരമുള്ള ഭക്ഷണം നമ്മൾക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടും ബുദ്ധിവികാസത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കതല്ല. സാമാന്യം മെച്ചപ്പെട്ട ഭക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്.
ലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള മൊബൈൽ ഫോണുണ്ട്. നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സ്കൂളുകളിൽ. നല്ല ടീച്ചേഴ്സാണ്. മുൻകാലങ്ങളിലുള്ള മോശമല്ല, അവർക്കതിനുള്ള സാഹചര്യങ്ങളെ ഉള്ളായിരുന്നു ആ സ്കൂളിൽ തന്നെ. ഇപ്പം നല്ല സ്ട്രിക്റ്റാണ്. നല്ല സ്കൂളുകളിലെല്ലാം പൊതുവേ എല്ലാ സ്കൂളും നല്ല സ്ട്രിക്റ്റാണ്. കൃത്യമായിട്ട് പഠിച്ച് അവരെ എല്ലാ രീതിയിലും മികച്ച് നിൽക്കണം. അതവരെ ഓരോ ആഴ്ചയിലും ആ സ്കൂളിലെ അധ്യാപകർ നോട്ട് ചെയ്യും കുട്ടികളുടെ നിലവാരം അറിയാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ നല്ല ഭക്ഷണം കിട്ടാത്തത് കാരണം ബുദ്ധിയിലുള്ള ബ്രെയിനിൻ്റെ വളർച്ചയിൽ പുഷ്ടിയിൽ കുറവ് വന്നിട്ടുണ്ടാവാം. അങ്ങനെ കുറവ് കഴിഞ്ഞ 2 3 4 തലമുറ അങ്ങനെ ആയിരുന്നതുകൊണ്ട് പരിണാമത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ജീനിനകത്ത് ജനറ്റിക്കൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിലും അത് ശരീരത്തിൻ്റെ അപര്യാപ്ത കാരണം അത് പ്രകടമായിരുന്നില്ല. നല്ലൊരു ഭക്ഷണവും സാഹചര്യവും അനുകൂലമായി വരുമ്പോൾ ആ 3 4 തലമുറയിൽ വന്ന പരിണാമം അത് ഒറ്റയടിക്കൊരു കുട്ടിയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെക്കാൾ താഴെയല്ല. നമ്മൾ മിഥ്യാധാരണയുണ്ടാകും ഈ പ്രായമുള്ളവർക്ക്. ഞങ്ങൾ ഇത്രയും കാലത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവജ്ഞാനവും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേടിയത്, ഇത്രയും ആശയം വന്നെന്ന്. കുട്ടിക്ക് ഇതെല്ലാം കൂടെ നേടാൻ 10 വയസ്സ് മതി. ഇപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മൾ അവരെക്കാൾ മികച്ചതാണെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും അവരോട് പാടില്ല. സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുമായിട്ട് ചർച്ച ചെയ്യുക കാര്യങ്ങൾ. അവർക്ക് തെറ്റ് പറ്റും, ധാരാളം പറ്റും, കുട്ടിയല്ലേ. അതുകൊണ്ട് ആ തെറ്റ് സ്നേഹപൂർവ്വം തിരുത്തിയാൽ മതി. അല്ല നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റുകയില്ല, അവർക്ക് മനസ്സിലാകുകയില്ല. അത് വാശി പിടിക്കാതെ വളരെ നയപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണെന്നുള്ള എല്ലാവരും ഓർത്തിരിക്കണം. ഇല്ലെങ്കിൽ അത് പ്രശ്നം, ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാവും. ഇത് ഒന്ന് ശ്രദ്ധിച്ച് നിശ്ചയമായിട്ട് ഇത് പ്രയോജനം ചെയ്യും. ഈ രീതിയിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കുട്ടിയോട് തന്നെ കാര്യങ്ങൾ അവൻ്റെ ആ നിലപാടൊരു കാര്യത്തിലുള്ളതൊന്ന് ചോദിച്ചറിയണം സ്നേഹപൂർവ്വം. അത് വെച്ചുകൊണ്ട് ഒരഭിപ്രായം നമ്മളിൽ കൃത്യമായിട്ട് രൂപപ്പെടുത്താവുള്ളൂ. അത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്കതൊരു വിഡ്ഢിത്തമാണ് നമ്മൾ ഈ പറയുന്നത് തോന്നരുത്, അത്രമാത്രം. ഇത്രയും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഓക്കെ.